സന്ധ്യയായി, ഉഷസ്സായി, 48-ാം ദിവസം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25-ഉം 27-ഉം 29 മുതൽ 34 വരെയും ഉള്ള തിരുവചനങ്ങൾ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്നേഹിതരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരസ്യ ജീവിതകാലത്ത് അനേകം അത്ഭുതങ്ങൾ ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുകയുണ്ടായി. അതിൽ ഒരു സുപ്രധാന സംഭവമാണ് വിശുദ്ധ മർക്കോസ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുക. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയുടെ അത്ഭുതാവഹമായ രോഗശാന്തിയെക്കുറിച്ചാണ് മർക്കോസ് നമ്മോട് പറയുന്നത്. സുവിശേഷകൻ 12 എന്ന സംഖ്യയെ എടുത്തു പറയുന്നതിൻ്റെ അർത്ഥം ദൈവവചനത്തിൽ 12 എന്ന സംഖ്യയ്ക്കുള്ള പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ്. 12 എന്ന സംഖ്യ ഒരു വ്യാഴവട്ടക്കാലമാണ്. സാധാരണ കോടതി ശിക്ഷ വിധിക്കുന്നത് ജീവപര്യന്തം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ജീവപര്യന്തം എന്ന് പറയുന്നത് 12 കൊല്ലമാണ്, ഒരു വ്യാഴവട്ടക്കാലം. ഈ സ്ത്രീ ഒരു ജീവിതത്തിൻ്റെ വ്യാഴവട്ടക്കാലം രോഗബാധിതയായിരുന്നു. പോകാവുന്നിടത്തൊക്കെ പോയി, ചികിത്സ ലഭിക്കാവുന്നിടത്തു നിന്നൊക്കെ ലഭിച്ചു. പക്ഷേ പ്രയോജനമുണ്ടായില്ല. എന്നാൽ അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവിൽ അവൾ വിശ്വസിച്ചു. വലിയ തയ്യാറെടുപ്പോടുകൂടിയാണ് അവൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവളുടെ തയ്യാറെടുപ്പിൻ്റെ പ്രധാന ഭാഗം അവളുടെ വിശ്വാസം തന്നെയാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് സ്പർശിക്കാൻ അവസരം ലഭിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവളോട് തന്നെ പറഞ്ഞ് അവളെ തന്നെ വിശ്വസിപ്പിച്ചു. ആ മൂലധനവുമായിട്ടാണ് യേശുവിനെ കാണാൻ അവൾ മുട്ടിന്മേൽ നിരങ്ങി വരുന്നത്. ജനക്കൂട്ടത്തിനിടയിലൂടെ
അവൾ അവൻ്റെ പിന്നിൽ ചെന്നു. വളരെ അർത്ഥഗാംഭീര്യത്തോടെയാണ് മർക്കോസ് സുവിശേഷകൻ ഈ സംഭവം വിവരിക്കുക. ജനങ്ങളെല്ലാം യേശുവിൻ്റെ കൂടെ തിക്കി തിരക്കി ഒരു പ്രധാന അത്ഭുതം കാണാൻ പോവുകയാണ്. അത്ഭുതം എന്താണെന്ന് നമുക്കറിയാം. ജായിറോസിൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. ആ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ എന്ന് പിതാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് യേശു അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരു വലിയ അത്ഭുതം കാണാനുള്ള വിസ്മയ കണ്ണുകളുമായിട്ട് ജനം യേശുവിൻ്റെ കൂടെ പോവുകയാണ്. തങ്ങൾക്ക് വ്യക്തിപരമായി ലഭിക്കേണ്ട വിശ്വാസ അനുഭവത്തിലേക്കല്ല, ഒരു മെഗാ പരിപാടി കാണാൻ പോകുന്ന ലാഘവ ബുദ്ധിയോടുകൂടി അവർ യേശുവിനോടൊപ്പം നടന്നു നീങ്ങുകയാണ്. അവരുടെ ഏക ലക്ഷ്യം യേശുവിൻ്റെ അത്ഭുതം കാണാം എന്നത് മാത്രമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേഗത്തിലും തിക്കുമുട്ടലുകളിലും അവർ ജീവന്റെ ജീവനാഥനായ യേശുവിനെ സ്പർശിക്കുന്നുണ്ട്, മുട്ടുന്നുണ്ട്, തട്ടുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും യേശുവിനെ വേണ്ട. യേശു കാണിക്കുന്ന അത്ഭുതം കണ്ടാൽ മതി. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ യേശുവിനെ വേണമെന്ന ആഗ്രഹത്തോടെ ഒരുവൾ കടന്നു വരുന്നുണ്ട്. അവൾക്ക് പേരില്ല. സുവിശേഷകൻ അവളെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നു. അവൾക്ക് യേശുവിനെ വേണം, അത്ഭുതം വേണ്ട, യേശുവിനെ മതി. അങ്ങനെ അവൾ യേശുവിനെ സ്പർശിച്ചു. സ്പർശിച്ച മാത്രയിൽ തന്നെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾക്ക് ശരീരത്തിൽ സൗഖ്യം അനുഭവപ്പെട്ടു. യേശുവും അവളും മാത്രം ജനക്കൂട്ടത്തിൻ്റെ മധ്യേ അറിഞ്ഞ ഒരഭിഷേകമായിരുന്നു അത്. അവൾ ഭയന്ന് വിറച്ച് യേശുവിൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവളോട് ഈശോ പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ജനക്കൂട്ടത്തിന് കിട്ടാതെ പോയത് അവൾക്ക് ലഭിച്ചു. വിശ്വാസം വഴി കൈവന്ന രക്ഷ അവൾ പ്രാപിച്ചു. കാരണം അവൾക്ക് രക്ഷകനെ വേണമായിരുന്നു. ഈ ജനക്കൂട്ടം, മുഖമില്ലാത്ത ഈ ജനക്കൂട്ടം ഇന്നും ഉണ്ട്. അവർക്ക് യേശുവിനെ വേണ്ട, യേശുവിൻ്റെ അത്ഭുതങ്ങൾ മതി. യേശു വർദ്ധിപ്പിച്ച അപ്പം തിന്നാൽ മതി. യേശുവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ടാൽ മതി. ഇന്നും ജനക്കൂട്ടം തിരക്ക് പിടിച്ച് പായുന്നത് ഈ അത്ഭുതങ്ങളുടെ പുറകെയാണ്. അത്ഭുതം കണ്ട് ഒരു മെഗാ ഷോ കാണുന്ന ലാഘവ ബുദ്ധിയോടെ കൈയടിച്ച് യേശുവിനെ ഹീറോയാക്കി അതിൽ സംതൃപ്തി അടയുന്ന ഒരു ജനക്കൂട്ടമായി അന്നും ഇന്നും നമ്മുടെ മുമ്പിൽ ഈ ജനതയുണ്ട്. എന്നാൽ ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കാരെ വേണം? ഈ ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം നിൽക്കണോ? ഈ സ്ത്രീയുടെ ഒപ്പം നിൽക്കണമോ എന്ന ചോദ്യമാണ് മർക്കോസ് സുവിശേഷകൻ നമ്മുടെ മുമ്പിലിട്ട് തരുന്നത്. കർത്താവിൻ്റെ ഈ തിരുവചനം ഉൾക്കൊണ്ടിട്ട് ഈ സ്ത്രീയെ പോലെ നമുക്കും വലിയ ഒരുക്കത്തോടെ, വിശ്വാസത്തിൻ്റെ വലിയ ഒരുക്കത്തോടെ യേശുവിൻ്റെ ഹൃദയത്തെ നമുക്ക് തൊടാം. അപ്പോൾ അവൻ്റെ സ്നേഹസാന്ത്വനം നമുക്ക് അനുഭവിക്കാനാവും.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസാന്ത്വനമായ ദൈവമേ, വിശ്വാസത്തോടുകൂടി അങ്ങയെ തൊടുവാൻ എന്നെ അനുവദിക്കണമേ. കല്ലിച്ചുപോയ ഹൃദയത്തെ അങ്ങയുടെ സാന്ത്വന തൈലം കൊണ്ട് മാംസളമായ ഹൃദയം രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ഞാനും അങ്ങയുടെ സ്നേഹസാന്ത്വനം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.